നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നാടെങ്ങും ഓണാഘോഷ ലഹരിയിൽ മൂവാറ്റുപുഴയിൽ പൂവിപണി സജീവം. വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവോരങ്ങളിലുമായി വൈവിധ്യമാർന്ന പൂക്കളുടെ വൻശേഖരം. അടിയന്തരാവസ്ഥയുടെ നേർക്കാഴ്ച. മൂവാറ്റുപുഴയിൽ മിസ ദി ലാസ്റ്റ് ബ്രീത്ത് നാടകം അരങ്ങേറി. ത്രിവേണി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ടൗൺഹാൾ മൈതാനിയിലായിരുന്നു നാടകാവതരണം. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നടപ്പന്തൽ സമർപ്പണവും പാലയം വിളംബര അനുസ്മരണവും നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥൻ നടപ്പന്തൽ സമർപ്പണം നടത്തി. ഹോളിയോണം 2026 ഭൂതത്താൻകെട്ടിൽ നടന്ന ജെൻസി റേസ്, മഡ് റേസ്, ഓഫ് റോഡ് ആവേശമായി. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം വാഹനങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ബാംഗ്ലൂർക്ക് ഇനി KSRTC സർവീസും. മൂവാറ്റുപുഴയിൽ നിന്നുള്ള KSRTC ബസ് സർവീസ് ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകളെ വിശദമായി. നാടെങ്ങും ഓണാഘോഷ ലഹരിയിൽ അമർന്നതോടെ മൂവാറ്റുപുഴയിൽ പൂവിപണി സജീവം. വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവോരങ്ങളിലുമായി വൈവിധ്യമാർന്ന പൂക്കളുടെ വൻ ശേഖരമാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. നാടെങ്ങും ഓണാഘോഷ ലഹരിയിലമർന്നതോടെ പൂക്കൾക്ക് നിറമേകാൻ മൂവാറ്റുപുഴയിൽ പൂവിപണി സജീവമായി. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവോരങ്ങളിലുമായി വൈവിധ്യമാർന്ന പൂക്കളുടെ വൻ ശേഖരമാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. മഞ്ഞ, ഓറഞ്ച്, വെള്ള നിറങ്ങളിലുള്ള ബന്ദിപ്പൂക്കൾ, വാടാമല്ലി, അരളി, ചുവപ്പ് ബട്ടൺ റോസ് എന്നിവയ്ക്കാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ. 1 കിലോ മഞ്ഞ ബന്ദിക്ക് 200, ഓറഞ്ച് ബന്ദിക്ക് 200, വെള്ള ജമന്തിക്ക് 600, വാടാമല്ലി 250, ബട്ടൺ റോസ് 400, അരളിക്ക് 500 രൂപ മുതൽ 600 രൂപ വരെയും വെള്ള അരളിക്ക് 600 രൂപ മുതൽ 700 രൂപ വരെയും എന്നിങ്ങനെയാണ് തെരുവ് വിപണിയിലെ പൂക്കളുടെ വില. കഴിഞ്ഞ വർഷക്കാലത്തോടെ ഓണം കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. പൂക്കളൊക്കെ ഇഷ്ടം വന്നു തുടങ്ങി. ഇനി അടുത്ത പൂക്കൾ വരാനുണ്ട്. പൂവുണ്ട് കോയമ്പത്തൂർ, തേനി, മധുര, ബംഗളൂരു, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ എത്തിക്കുന്നത്. ഓണക്കോടിയൊടുക്കുന്ന മങ്കമാർക്ക് ചൂടാനായി സുഗന്ധമുള്ള മുല്ലപ്പൂക്കളും ധാരാളമായി വിപണിയിലുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂക്കൾക്ക് വലിയ വിലക്കയറ്റമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കടകളേക്കാൾ തെരുവോരങ്ങളിലാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. ഇത്തവണ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടമാണ് പൂക്കൾ വാങ്ങാനായി എത്തുന്നത്. അടിയന്തരാവസ്ഥയുടെ നേർക്കാഴ്ചയായി മൂവാറ്റുപുഴയിൽ മിസ ദി ലാസ്റ്റ് ബ്രീത്ത് നാടകം അരങ്ങേറി. ത്രിവേണി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ടൗൺഹാൾ മൈതാനിയിലായിരുന്നു നാടകാവതരണം. ഭരണകൂട ഭീകരതയുടെയും കരിനിയമങ്ങളുടെയും ഇരുണ്ട കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാടക സാമൂഹ്യ പ്രവർത്തകയായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന മിസ ദ ലാസ്റ്റ് ബ്രീത്ത് നാടകം മൂവാറ്റുപുഴയിൽ ഹൃദയസ്പർശിയായ അനുഭവമായി മാറി. CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിവേണി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ടൗൺഹാൾ മൈതാനിയിലായിരുന്നു നാടകാവതരണം. ജീവിതം തിങ്ങി നിറഞ്ഞ സദസ്സിന്റെ വലിയ കയ്യടിയും പങ്കാളിത്തവുമാണ് നാടകത്തിന് ലഭിച്ചത്. കാണികളുടെ ആകാംക്ഷയും ആവേശവും ഓരോ രംഗത്തും പ്രകടമായിരുന്നു. ഫാസിസ്റ്റ് പ്രവണതകൾ തലപൊക്കുന്ന ഇക്കാലത്ത് ഇത്തരം നാടകങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കാണികളുടെ മികച്ച പ്രതികരണം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ 1976 മെയ് 2 മിസ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട് ബംഗളൂരു സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് നാടകത്തിന്റെ ആധാരം. ജയിലിലെ കൊടും പീഡനങ്ങൾ മൂലം ആരോഗ്യം തകർന്ന് 1977 ജനുവരി 15 പരോളിൽ പുറത്തിറങ്ങി 5-ാം നാൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന അവരുടെ ദുരന്തകഥ ഇത് കണ്ണീരോടെയല്ലാതെ കാണാനാകില്ല. സ്നേഹലത റെഡ്ഡി ജയിലിൽ എഴുതിയ നടുക്കുന്ന ഡയറിക്കുറിപ്പുകളാണ് ഈ നാടകത്തിന്റെ തിരക്കഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. വെറും 90 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ നാടകത്തിൽ 4 അഭിനേതാക്കൾ മാത്രമാണ് വേഷമിടുന്നത്. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഇവർ മാറി മാറി അവതരിപ്പിച്ചത് 34 കഥാപാത്രങ്ങളെയാണ്. സ്നേഹലത റെഡ്ഡിയായി ചിന്നു സിലങ്ക അരങ്ങിൽ ജീവിക്കുകയായിരുന്നു. കാണികളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന പ്രകടനമാണ് ഓരോ അഭിനേതാവും കാഴ്ചവെച്ചത്.
കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ അവതരിപ്പിച്ച ഈ ശക്തമായ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു ചിലങ്കയാണ്. നാടകം സമാപിച്ചപ്പോൾ CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെയും ജാതിമത രാഷ്ട്രീയ അതിരുകൾക്കപ്പുറമുള്ള മനുഷ്യസ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതിയ ഈ നാടകം മൂവാറ്റുപുഴയിലെ കലാസ്വാദകരുടെ ഹൃദയത്തിൽ മായാത്ത മുദ്രയാണ് പതിപ്പിച്ചത്. ഈ നാടകം ദർശിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഇത്തരം അർത്ഥവത്തായ നാടകങ്ങൾ ഇനിയും ഇവിടെ വേണമെന്ന ആവശ്യവുമായാണ് കാണികൾ പിരിഞ്ഞത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടപ്പന്തൽ സമർപ്പണവും പാലിയം വിളംബര അനുസ്മരണവും നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥൻ നടപ്പന്തൽ സമർപ്പണം നടത്തി. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം നടന്നു. മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥൻ സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് നടന്ന പാലിയം വിളംബരം അനുസ്മരണ സമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സമിതി അംഗം PN രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമിതി ശാഖാ പ്രസിഡന്റ് സന്തോഷ് ES അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമിതി താലൂക്ക് പ്രസിഡന്റ് സുഭാഷ് എണ്ണം, മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥൻ, ശാഖാ സെക്രട്ടറി സോമൻ, വൈസ് പ്രസിഡന്റ് സജീവൻ MN എന്നിവർ പ്രസംഗിച്ചു. പൊളിയോണം 2026 ഭാഗമായി ഭൂതത്താൻകെട്ടിൽ നടന്ന ജെൻസി റേസ്, മഡ് റേസ്, ഓഫ് റോഡ് ആവേശമായി. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം വാഹനങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഷിബു തെക്കുംപുറം MLA നേതൃത്വത്തിൽ നടത്തുന്ന പൊളിയോണം 2026 ഭാഗമായി ഭൂതത്താൻകെട്ടിൽ നടന്ന ജെൻസി റോഡ്, മഡ് റേസ്, ഓഫ് റോഡ് പ്രേമികൾക്കും കാണികൾക്കും ആവേശമായി. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം വാഹനങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. V12 റേസ് സൊല്യൂഷൻസ് ആണ് മത്സരം സംഘടിപ്പിച്ചത്. V12 കിങ് ഓഫ് ഡേർട്ട്, V12 SUV ട്രയൽസ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. ഡീസൽ മോഡിഫൈഡ്, പെട്രോൾ മോഡിഫൈഡ്, ഓപ്പൺ കാറ്റഗറി, എക്സ്പേർട്ട് ക്ലാസ്, ലേഡീസ് ഓപ്പൺ എന്നിവയായിരുന്നു കിങ് ഓഫ് ഡേർട്ട് വിഭാഗത്തിലെ മത്സരങ്ങൾ. SUV ട്രയൽസ് വിഭാഗത്തിൽ ജിംനി സ്റ്റോക്ക്, ജിംനി മോഡിഫൈഡ്, താർ സ്റ്റോക്ക്, താർ മോഡിഫൈഡ്, 2600 cc വരെയുള്ള വാഹനങ്ങൾ, 2600 cc മുകളിലുള്ള വാഹനങ്ങൾ, പജീറോ ഓപ്പൺ, V12 ഓപ്പൺ എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു. വനിതകൾക്കായി പ്രത്യേക വിഭാഗവും ഒരുക്കിയിരുന്നു. വാഹനങ്ങളുടെ ചീറിപ്പാച്ചിലും ചെളിതെറിപ്പിച്ചുള്ള പായലും മത്സരവേദിയെ ആവേശത്തിലാക്കിയതായി ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. മഡ് റേസ് നടത്തുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പാർട്ടിസിപ്പൻസ് ആണ് ഈ 4 വീൽ മഡ് റേസിൽ പങ്കെടുക്കുന്നത്. വലിയ ആവേശമായി ഈ മഡ് റേസ് മാറിയിരിക്കുകയാണ്. ജനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ഓണാഘോഷ വേളയിൽ ഈ മഡ് റേസിനെ കാണുന്നത്. വലിയ ജനപിന്തുണയും യുവാക്കളുടെ വലിയ മുന്നേറ്റവും നമുക്ക് ഈ മഡ് റേസിൽ കാണാൻ കഴിയും. ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ചെളിയും കയറ്റിറക്കങ്ങളും ഉൾപ്പെടെയുള്ള ദുർഘട പാതകളിലൂടെ വാഹനങ്ങളുടെ കരുത്തും ഡ്രൈവിംഗ് മികവും പരീക്ഷിച്ച മത്സരം കാണികൾക്ക് ആവേശകരമായ കാഴ്ചയായി. E1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. E1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. മൂവാറ്റുപുഴയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസിന്റെ ഫ്ളാഗ് ഓഫ് മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. മൂവാറ്റുപുഴയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഇനി KSRTCയിൽ പോകാം. ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു.
ഇന്ന് ഓണത്തിന് ഒരു സമ്മാനം എന്ന നിലയിൽ നമ്മൾ KSRTCയിൽ നിന്നും പുതിയ ഒരു സർവീസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം കുട്ടികൾ ബാംഗ്ലൂർ മേഖലയിലൊക്കെ പഠനത്തിനായി പോയിട്ടുണ്ട്. അല്ലാത്തവരും ബാംഗ്ലൂർ യാത്ര നിരന്തരമുള്ളതാണ്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും തുടങ്ങുന്ന ഒരു ബാംഗ്ലൂർ സൂപ്പർ ഡീലക്സ് സർവീസ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ 7 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും ഇവിടുന്ന് 5-6 മണിക്ക് ഇവിടുന്ന് ബാംഗ്ലൂർക്കും പോകുന്ന സർവീസാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ധാരാളം പേർക്ക് ഗുണകരമാവുന്ന ഈ സർവീസ് നാടിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി അറിയിച്ച് ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 6-ന് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെടും. അടുത്ത ദിവസം വൈകിട്ട് 7-ന് ബാംഗ്ലൂരിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് തിരിക്കും. ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA കത്ത് നൽകിയതിനെ തുടർന്നാണ് KSRTC ബസ് അനുവദിച്ചത്. മാത്യു കുഴൽനാടൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, സാബു ജോൺ, KA അബ്ദുൾ സലാം, PP ജോളി, KSRTC ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത 100ാം വാർഷിക സെന്റിനറി കർമ്മ പദ്ധതികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോൺ തല കോൺക്ലേവുകളിൽ മൂവാറ്റുപുഴ സോൺ കോൺക്ലേവ് കിഴക്കേക്കര സാന്ത്വന കേന്ദ്രത്തിൽ നടത്തി. കോൺക്ലേവ് സയ്യിദ് സ്വലാഹുദ്ദീൻ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അഷ്റഫ് സഖാഫി അധ്യക്ഷത വഹിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.